പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ പോത്തുംകുട്ടന്മാരുടെ ചാണാൻ വാരി കൂട്ടിയത് നമ്മൾ ഏലത്തിനിടാൻ വേണ്ടി വെയിലുള്ളപ്പം കിളച്ച് ഉണങ്ങാനിടുക കേട്ടോ. അങ്ങനൊരു വീഡിയോ ആണേ. ഇപ്പോൾ ഒരു അരമണിക്കൂർ പണിയായി. നല്ല ഇത് മൊത്തം കിളച്ച് ഇടണം. ഇത് ഉണങ്ങിക്കഴിഞ്ഞ് വേണം ഏലത്തിനെടുത്തിടാൻ. ഓക്കെ, ഒരു അരമണിക്കൂറത്തെ പണി കഴിഞ്ഞ് പോയതായിരുന്നു. വീണ്ടും ബാക്കി പണി നമുക്ക് ചെയ്യണം. ഈ ചാണാൻ ഉണങ്ങിക്കഴിഞ്ഞ് നമുക്ക് എടുത്തിടണം. നമ്മുടെ തൈയൊക്കെ വേളി നിൽക്കുന്നുണ്ട്. അതിന് ചാണാൻ ഉണക്കിയിട്ട് വേണം എടുത്തിടാൻ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പം ഈ ചാണാൻ നല്ലപോലെ ഉണക്കി വേണം ഏലത്തിനിടാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോത്തും ചാണാന് ഒരു ചൂടുള്ളതുകൊണ്ട് അത് നല്ലപോലെ ഉണക്കി അതിൻ്റെ ചോട്ടിൽ നിന്ന് ഒരു 2 അടി മാറ്റി വേണം നമ്മളത് ഏലത്തിനിടാൻ കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ചോട്ടിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ചൂട്, ഇതിന് ചെറുതായിട്ട് ചൂടുണ്ട്. വലിയ കാര്യമായിട്ട് അങ്ങനെ വലിയ വിഷയങ്ങളൊന്നുമില്ല. എങ്കിലും നമ്മൾ ഇച്ചിരി അകത്ത് ഇടണം. പിന്നെ കിട്ടുന്ന സമയത്ത് നമ്മൾ അധ്വാനിക്കും. നമ്മുടെ ശരീരത്തിന് നല്ലത്, മനസ്സിന് നല്ലത്, രാത്രി നല്ല ഉറക്കം കിട്ടും. അതുപോലെ നല്ല നല്ല ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കാം. ഈ കൊടും വിഷമൊന്നും നമ്മൾ മേടിച്ച് കഴിക്കേണ്ട. ഇപ്പോൾ വിഷമില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം ചെയ്യണം. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ കർഷകരെ ഹെൽപ്പ് ചെയ്യുക, അവർക്ക് സഹായിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യമുള്ള ഒരു തലമുറ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ നമ്മൾ നല്ല നല്ല വിളകൾ കർഷകർ നമുക്ക് കൃഷി ചെയ്ത് നമ്മുടെ കരങ്ങളിലേക്ക് വരണം. ഓവർ കീടനാശിനിയും രാസവളങ്ങളും ഉപയോഗിക്കാതെ രീതിയിൽ, എന്നാലും രാസവളങ്ങൾ ഒട്ടും ഉപയോഗിക്കാതെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. എങ്കിലും നമ്മൾ മാക്സിമം രാസവളം ഉപയോഗിക്കാതെ കൃഷി ചെയ്യുക. ചാണാനൊക്കെ നമ്മൾ വാരിയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഇഷ്ടം പോലെ മണ്ണിര നിറച്ച് മണ്ണിരകളുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കോരി ഇട്ട് വെയിലത്തുണങ്ങിയിട്ട് വേണം നമ്മൾ തയ്ച്ച് എനിക്ക് എടുത്തിടാൻ കേട്ടോ. ഇതുണ്ടോ, നല്ല മുഴുത്ത മണ്ണിര. ഇതൊക്കെ ഏലത്തിന് കൃഷിക്ക് നല്ല അനുയോജ്യമായ നല്ല ജൈവവളമാണ് കേട്ടോ. മാക്സിമം നമ്മൾ രാസവളങ്ങൾ നമ്മൾ മാക്സിമം ഉപയോഗിക്കാതെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് കേട്ടോ. ഉണ്ടോ, നമ്മുടെ കൂക്കുറു ഒന്ന് നോക്കുക, അവൻ എന്നാ പരിപാടിയെന്ന്. ഇവിടെ ഈ ചാണാൻ പകുതി നിർത്തിയത് അവനാ കേട്ടോ. ഇതാണ് നമ്മുടെ ചെടി. ബൊമ്മിയാണ് കേട്ടോ. ബൊമ്മി നല്ല മെച്ചപ്പെട്ട തൈയാണ്. ബൊമ്മിയുണ്ട്. തിരുതാളിയുടെ ഒരു ഇതുണ്ട്, വകഭേദമുണ്ട് ഇതിൻ്റെ കൂടെ. ഞാൻ ഈ തൈ വെച്ചപ്പം ഇതിൻ്റെ ചുവട്ടിൽ ബീൻസ് നട്ടായിരുന്നു. നല്ലപോലെ കായ കിട്ടി കേട്ടോ. അപ്പോൾ അതെല്ലാം തീർന്നു. ഇപ്പോൾ തൈ നല്ലപോലെ കയറാൻ തുടങ്ങി. ആട്ടും ചാണാൻ ഞാൻ രാവിലെ കുറച്ച് വാരി ഇട്ടു. ഇതല്ലാതെ അപ്പുറം കുറച്ച് നമുക്ക് തൈക്ക് വളമിടാറുണ്ട്. അതിനുള്ള പരിപാടിയാണ് ഈ ചാണാൻ ഉണങ്ങാൻ വേണ്ടി കിളച്ചിട്ടേക്കുന്നത് കേട്ടോ. ഇപ്പോഴും പയറ് കിടപ്പുണ്ട് കണ്ടോ. പയറ് നല്ലപോലെ വിളവ് കിട്ടി പയറ്. അപ്പോൾ നമ്മൾ നല്ല കാടായിരുന്നു, എല്ലാം കാടെല്ലാം അടിച്ച് മെഷീൻ അടിച്ചിട്ടേക്കുവാണ്. അപ്പം നമുക്ക് ഈ ചാണാൻ ഉണങ്ങി പൊടിച്ച് ഇടണം. കൂട്ടുകാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. നമ്മുടെ കൃഷിക്കാരുണ്ടെങ്കിലേ നമുക്ക് നല്ല ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ നല്ല വിളകൾ നമുക്ക് കിട്ടണം. അധികം രാസവളങ്ങൾ ഉപയോഗിക്കാത്ത നല്ല വിളകൾ. ഇതുണ്ട്, ഈ പയറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ രാസവളം ഇട്ടിട്ടില്ല, വെറും ചാണാനായിട്ട് നല്ലപോലെ കായ്ച്ച് എനിക്ക് നല്ല വിളവ് കിട്ടി പയർ. അപ്പോൾ കർഷകർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് എല്ലാ കർഷകരും, എല്ലാ സുഹൃത്തുക്കളും വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ബാക്കി അപ്ഡേഷൻ അറിയിക്കാം. ഓക്കെ.